വയനാട്ടിലെ ജനവാസ കേന്ദ്രമായ പച്ചിലക്കാട് പടിക്കം വയലിൽ ഇറങ്ങിയ കടുവയെ മയക്കുവെടി വെക്കാനുള്ള ശ്രമം നടന്നില്ല. കടുവയ്ക്കായി തെരച്ചിൽ തുടരുകയാണ്. ഡ്രോണിൽ പതിഞ്ഞ സ്ഥലം കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടക്കുന്നത്. കടുവയ്ക്ക് അടുത്തേക്ക് എത്താൻ കുങ്കി ആനകളെ ഇറക്കാനാണ് വനം വകുപ്പിന്റെ നീക്കം. ജയരാജ് വിവരങ്ങളുമായി ചേരുകയാണ്. ജയരാജ്, കഴിഞ്ഞ ദിവസം മുതൽ ഇവിടെ വലിയ നിരീക്ഷണമുണ്ട് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന്. എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? ഈ കടുവ ജനവാസ കേന്ദ്രത്തിൽ തുടരുന്നുവെന്ന ഭീതി ഉണ്ടോ അവിടെ? രഞ്ജിത്ത്, ഇന്നലെ രാവിലെയാണ് ഈ പടിക്കം വയലിൽ ജനവാസ കേന്ദ്രത്തിൽ കടുവ ഇറങ്ങിയത്. ഒരുപക്ഷെ ഈ കാടിനോട് അടുത്തുള്ള ഒരു സ്ഥലം കൂടിയല്ല ഈ പടിക്കം വയൽ എന്ന് പറയുന്നത്. നിരവധി ആളുകൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ കടുവ ഇറങ്ങിയത് തന്നെ ജനങ്ങളിൽ വലിയ ഭീതിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ കടുവ ഇറങ്ങിയതിന് ശേഷം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം സ്ഥലത്തെത്തി കടുവയ്ക്കായുള്ള തിരച്ചിൽ ഇന്ന് രാവിലെ വരെ തുടർന്നിരുന്നു. ഡ്രോണിന്റെ സഹായത്തോടെയാണ് തിരച്ചിൽ നടത്തിയത്. പക്ഷെ കടുവയുടെ ഒരു സാന്നിധ്യം ഒന്ന് രണ്ട് സ്ഥലത്ത് കണ്ടെങ്കിലും അത് മാറി മാറി പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ കുങ്കിയാനകൾ എത്തുകയും അവയെ കൂടിയുള്ള ഒരു തെരച്ചിലിലേക്കാണ് ഇപ്പോൾ വനംവകുപ്പ് പോകുന്നത്. മയക്കുവെടി വെക്കുക എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പിന്റെ ഒരു ഉദ്ദേശം. അല്ലെങ്കിൽ കൂട് വെക്കും. പക്ഷേ ഇതിനെ കണ്ടെത്തണമെങ്കിൽ ഈ കുങ്കിയാനകളുടെ സഹായം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രശസ്തരായ രണ്ട് ആനകൾ, അല്ലെങ്കിൽ ഇതിന്റെ എല്ലാ ഭാഗങ്ങളും പഠിച്ചറിയുള്ള രണ്ട് ആനകൾ, അതായത് ഭരത് എന്ന് പറയുന്ന ഒരാനയും മറ്റൊരാനയുമാണ് ഇപ്പോൾ ഇവിടെ എത്തുന്നത്. എന്തായാലും ഈ ആനകൾ വന്നതിന് ശേഷം ഇവിടെ തെരച്ചിൽ നടത്തും. അതിനുശേഷം അതിന്റെ ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം ആനയെ മയക്കുവെടി വെക്കുക, കടുവയെ മയക്കുവെടി വെക്കുമെന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. എന്നിട്ടും നടന്നില്ലെങ്കിൽ കൂട് വെക്കാനാണ് വനംവകുപ്പിന്റെ ഒരു തീരുമാനം. എന്തായാലും തിരച്ചിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രഞ്ജിത്ത്, ശരി. പാലക്കാട് കോൺഗ്രസിൽ അച്ചടക്ക നടപടി. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ചവരെ പുറത്താക്കി. പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് അംഗം ഖാജ ഹുസൈൻ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സദാം ഹുസൈൻ, വണ്ടാഴി പഞ്ചായത്ത് മുൻ അംഗം ഷാനവാസ് സുലൈമാൻ എന്നിവരെയാണ് പുറത്താക്കിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സദാം ഹുസൈനെ പാർട്ടി പുറത്താക്കുന്നത് ഇത് രണ്ടാം തവണയാണ്. പാലക്കാട് നഗരസഭയിൽ സദാം ഹുസൈന്റെ വ്യാപാര സംഘടനയുടെ പേരിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ വിവിധയിടങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വൈറലായ ഇലക്ഷൻ ഗാനമാണ് പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്ന ഗാനത്തിന്റെ ഈണത്തിലുള്ള പോറ്റിയെ കേറ്റിയെ എന്ന് തുടങ്ങുന്ന പാരഡി. സ്വർണം കട്ടവരാരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന വരികൾ UDF MP മാർ പാർലമെന്റിന് മുൻപിൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധത്തിൽ പാടിയിരുന്നു. വൈറലായ ഈ ഗാനത്തിന് പുറകിലുള്ളവർ ന്യൂസ് 8-നൊപ്പം മലപ്പുറത്ത് നിന്ന് ചേരുകയാണ്. സ്വർണം കെട്ടവരാരപ്പ എന്ന പാട്ട് പാർലമെന്റിൽ വരെ ഇപ്പോ തരംഗമായിട്ടിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന്റെ മുഖ്യ പ്രചരണ ഗാനമായിരുന്നു അത്. അതിനുശേഷം മലപ്പുറത്ത് പ്രത്യേകിച്ച് UDF തൂത്തുവാരിയതോടെ എല്ലാ ആഘോഷങ്ങളിലും ഈ പാട്ടാണ് അലയടിക്കുന്നത്. ആ പാട്ടിന് പിന്നിലുള്ളവരാണ്